ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രത്തിന് ഇന്ന് അന്തിമ രൂപമാകും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ അവസാനിക്കുകയാണ്. നിലവിൽ 204 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷെബീദ് റാവുത്തർ തത്സമയം. ഗുഡ് മോർണിംഗ് ഷെബീദ് റാവുത്തർ, പറയൂ വിവരങ്ങൾ. എസ് കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ ധാരണ നമുക്കറിയാൻ കഴിയും. ഇന്ന് ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ രൂപവും അന്തിമ പട്ടികയും ഇന്നുണ്ടാകും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായി ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ സമയപരിധി അവസാനിക്കും. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് 86 പേരുടെ പത്രിക തള്ളിയതോടെ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണുള്ളത്. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വീണ്ടും എത്തുന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കമാണ്. നമുക്കറിയാം, നേരത്തെ എറണാകുളം, തൃശ്ശൂർ, പത്തനംതിട്ട അടക്കം തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രി എത്തിയിരുന്നു. ഈ മാസം 15-ന് തൃശ്ശൂർ കുന്നംകുളത്താണ് പ്രധാനമന്ത്രി എത്തുക. ഇതോടുകൂടി തൃശ്ശൂർ, ചാലക്കുടി, ആലത്തൂർ എന്നീ മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് അനുകൂല തരംഗം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രികയെക്കുറിച്ചുള്ള ജനകീയ ചർച്ചയും ഇന്ന് നടക്കും. എസ് കെ എൻ. ഷെബീദ് റാവുത്തർ.